മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയ പറയുന്നുണ്ടല്ലോ, ഷിഹാബ് ഷാ വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുക്കണില്ല എന്ന് പറഞ്ഞു. അത്ര ദാരിദ്ര്യമൊക്കെ ആയോ? ഷിഹാബ് ഷാ മഹാനാണ് എന്ന് പറഞ്ഞ് നാട്ടുകാരുടെ പോക്കറ്റിലെ പണം നഷ്ടപ്പെടാൻ വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്ന ഷെരീഫ് പോലും ഇപ്പോൾ ഷിഹാബിന്റെ ഫോൺ കാണുമ്പോൾ പേടിച്ച് വിറയ്ക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പച്ച കള്ള പറയുന്നത്. ഷിഹാബ് ഷാനെ ഞാൻ ഇന്നലെയും വിളിച്ചിട്ട് മെനയാന്നും വിളിച്ചിട്ട് ഞാൻ പോരുന്ന അന്നും വിളിച്ചിട്ട് ഞാനതിന് അയാളുമായിട്ട് ഉടക്കേണ്ട കാര്യമല്ല. ഈ സാജൻ സ്കറിയ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഫോൺ എടുക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. സത്യത്തില് വായിൽ വന്നത് കോതക്ക് പാട്ട്. അതെ, ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ഈ സാജൻ സ്കറിയെ 2003 ഇവനും ഇവന്റെ ഭാര്യയും കൂടി കേന്ദ്ര സംസ്ഥാന ഫണ്ട് 49 ലക്ഷം ഇവര് തട്ടിയെടുത്ത് ലണ്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ കമ്പനി തുടങ്ങിയ ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ് ഈ സാജൻ സ്കറിയ. അതിനെതിരെ 2003 ആന്റണി സർക്കാരാ കേസ് എടുത്തിട്ടുണ്ട് ഈ ചങ്ങായിന്റെ പേരില്. ഏറ്റവും വലിയ കള്ളനാണ് പറയുന്നത് ഷിഹാബ് ഷാ കട്ടിണ്. സാജൻ സ്കറിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇത് അവരെ പാർട്ണർമാർ തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. നീ അത് വീഡിയോ ചെയ്ത് ഇങ്ങനെ വഷളാക്കുന്നതിന് പകരം ഇത് തുറക്കാൻ ഇവരെ അനുമതി കൊടുത്താൽ, ഇവരെ പൈസ മുഴുവൻ ഇദ്ദേഹം ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പൈസ ഇത് ഓപ്പൺ ആക്കാതെ ഒരു കാരണവശാലും ഇത് വിൽക്കാനോ വാടകയ്ക്ക് കൊടുക്കാനോ ഒന്നിനും കഴിയില്ല. അപ്പം നീ പിത്തനെ ഒഴിവാക്കി ഒരാളെ നശിപ്പിക്കുന്നത് താൻ നിർത്തിയിട്ട് ഇതൊന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് ചെയ്തു കൊടുത്തൂടെ ചങ്ങായി എനിക്ക്? എന്നാൽ ഈ ആൾക്കാരെ മുഴുവനും ശാപം പേറി ഇങ്ങനെ നടക്കണോ? ഒരു കാര്യമെങ്കിലും ലോകത്ത് മരിക്കുന്നതിന് മുമ്പ് നല്ലതൊന്ന് ചെയ്ത് മരിക്കാൻ നോക്ക് സാജൻ സ്കറിയ. നിങ്ങൾ ചെയ്യേണ്ട പണി ആ ബിൽഡിങ് ഒന്ന് ഓപ്പൺ ആക്കാൻ, ഇവരൊക്കെ കേസൊക്കെ പിൻവലിച്ച് നല്ല രീതിയിൽ പാർട്ണർമാർ തമ്മിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് നന്നാക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ ഈ വിഷയത്തിൽ.